عليكم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ബഹുമാന്യരായ വേദിയിലെയും സദസ്സിലെയും സഹോദരീ സഹോദരന്മാരെ, ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന, ബൈലക്സിലൂടെയും മറ്റു സംവിധാനങ്ങളിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നജാത്തുൽ അനാമിനെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന അഭ്യുദയകാംക്ഷികളെ, എന്നെയും നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും പടച്ചു പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുറച്ചു കാലമായി ചുങ്കത്തറ നജാത്തുൽ അനാം ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാനാഭാഗത്തു നിന്നും വലിയ വലിയ നിരൂപണങ്ങളും വിമർശനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വൈകാരികമായ ഒരുപാട് വശങ്ങളിലേക്ക് കടന്നു പോകാൻ സന്ദർഭമില്ല. ബഹുമാന്യനായ ഹുസൈൻ സലഫി ഇന്നലെ വൈകുന്നേരം തന്നെ എത്തിയിട്ടുണ്ട്. ബഹുമാന്യരായ രാഷ്ട്രീയ നേതാക്കന്മാർ വഴിയിൽ ആണുള്ളത്, വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മനസ്സ് തുറക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ചുങ്കത്തറയിലും പരിസരങ്ങളിലുമുള്ള സഹോദരങ്ങളെ, ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ആളുകളെ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അല്പസമയം 1976 പരേതനായ മാമ്പള്ളി അലവിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ചുങ്കത്തറയിൽ ഒരു മുസ്ലിം സാംസ്കാരിക സമിതി നിലവിൽ വന്നു. അടുത്ത വർഷം നവംബറിൽ 76 നവംബറിൽ 13 ദിവസം നീണ്ടുനിന്ന മുജാഹിദ് പ്രസ്ഥാന പ്രസംഗ പരമ്പര നടന്നു. അന്നത്തെ ബഹുമാന്യരായിരുന്ന മർഹൂം KC അബൂബക്കർ മൗലവി മുതൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവി മുതൽ AK അബ്ദുൽ ലത്തീഫ് മൗലവി, അലി അക്ബർ മൗലവി, SM മൈദി തങ്ങൾ, KSK മുത്തുക്കോയ തങ്ങൾ, സെയ്ദ് മൗലവി, ഡോക്ടർ ഉസ്മാൻ സാഹിബ് KP തുടങ്ങിയ, KK മുഹമ്മദ് സുല്ലമി തുടങ്ങിയ മഹൽനീയരായ നേതാക്കന്മാരടക്കം സംസാരിച്ചു. 77 പെങ്ങൾ ഹബീബയുടെ ഒരു ഇൻ്റർവ്യൂ സംബന്ധമായി ബഹുമാന്യനായ പിതാവും മുഹമ്മദ് അലി മൗലവിയും ബഹുമാന്യനായ മർഹൂം കൊല്ലറമ്പൻ മുഹമ്മദ് സാഹിബും തിരുവനന്തപുരത്ത് പോയപ്പോൾ പെൺകുട്ടികൾക്ക് പ്രത്യേകമായും ആൺകുട്ടികൾക്ക് പൊതുവെയും ഇസ്ലാമിക വിദ്യാഭ്യാസം നേടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചില സന്ദർഭങ്ങൾ ഉണ്ടായി. അതിനെ തുടർന്നാണ് മർഹൂം KP മാസ്റ്ററും മാമ്പള്ളി അലവിക്കുട്ടി സാഹിബും അതുപോലുള്ള നേതാക്കന്മാരും ഉള്ള ഒരു സന്ദർഭത്തിൽ ബാപ്പ ഒരു മഹത്തായ ദീനീ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുന്നത്, നജാത്തുൽ അനാമിനും. 77 ഇന്നത്തെ മഹല്ല് പള്ളിയിൽ അന്ന് ഖത്തീബായിരുന്ന മുത്തുക്കോയത്തങ്ങൾ റഹിമഹുല്ല പച്ച മലയാളത്തിൽ ഘനഗംഭീരമായാണ് അന്ന് ഖുതുബ നിർവഹിക്കുന്നത്. കുറേ കാലങ്ങളോളം മഹല്ല് പള്ളിയിൽ മലയാളത്തിലാണ് ഖുതുബ നടക്കുന്നത്. നേതൃത്വത്തിൽ 99 നാട്ടുകാർ കൂടിയിട്ടാണ് നജാത്തുൽ അനാം അറബിക് കോളേജിൻ്റെ തുടക്കം. അടുത്ത വർഷം തന്നെ
78 തന്നെ അക്ഷരവിരോധികളായ ചില സഹോദരങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ആ സ്ഥാപനത്തെ, അത് നടന്നുകൊണ്ടിരുന്ന മഹല്ല് മദ്രസയായ പള്ളിയുടെ മേലെയുള്ള മദ്രസയിൽ നിന്ന് പുറത്ത് ആക്കി. വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന പള്ളിയിലാണ്. അവിടെ നിന്ന് സാധനങ്ങളും ബാഗുകളുമൊക്കെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ആ സന്ദർഭത്തിൽ നമ്മുടെ ബഹുമാന്യനായ CH നജീബിൻ്റെ പിതാവ് CH നാണി സാഹിബിൻ്റെ മർഹൂം വീട്ടിലേക്ക് ആണ് കുട്ടികൾ അഭയാർത്ഥികളായി, അധ്യാപകർ അഭയാർത്ഥികളായി വന്നത്. അത് കഴിഞ്ഞ് മറ്റൊരു ചെറിയ ഓലഷെഡ് ചുങ്കത്തറ ടൗണിൽ 6 സെൻറ് സ്ഥലത്തുണ്ടാക്കുന്നത് വരെ ഗോവിന്ദൻ നായരുടെ വീട്ടിലാണ് കോളേജ് നടന്നത്. 79 സുല്ലമുസ്സലാം അറബിക് കോളേജിൽ പ്രിലിമിനറിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലക്കാട് എനിക്ക് അറബിക് അധ്യാപകനായി ജോലി കിട്ടി. അവിടെ നിന്ന് ശമ്പളം കിട്ടുന്ന ദിവസമാണ് അതിൽ നിന്നൊരു പങ്ക് അന്നത്തെ പാവപ്പെട്ടവരായ അധ്യാപകർക്ക് ശമ്പളമായി ബാപ്പ കൊടുക്കാൻ ഉപയോഗിച്ചിരുന്നത്. 6 സെൻറ് സ്ഥലത്ത് ഒരു ഓലഷെഡിൽ, അതീവ ലളിതമായ ഒരു ഓലഷെഡിൽ അറബിക് കോളേജ് പ്രവർത്തിക്കുമ്പോഴാണ് മർഹൂം KP മാസ്റ്റർ ഈ സ്കൂളിൻ്റെ പിറകുവശത്ത് വിശാലമായൊരു സ്ഥലം കോളേജിനും മറ്റുമായി സംഭാവന നൽകുന്നത്. അങ്ങനെ അത് തുടർന്നു കൊണ്ടുപോയി 1985 ആണ് ബഹുമാന്യനായ പയ്യോളി അബ്ദുള്ള സാഹിബിൻ്റെ ഉടമസ്ഥതയിലുള്ള ദിൽഖുഷ് ലോഡ്ജും 18 സെൻറ് സ്ഥലവും 4.25 ലക്ഷം രൂപക്ക് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അന്ന് നേതൃത്വം നൽകിയിരുന്നത് ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പോലുള്ള ആളുകളാണ്. 85 ആ ലോഡ്ജിൻ്റെ മുകളിൽ ജുമാ നിസ്കാരം മർഹൂം അബ്ദുസ്സമദ് മുഹമ്മദ് കാത്തിബ് KM മൗലവിയുടെ മകൻ ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുകയുണ്ടായി. 90 കുവൈത്തിലെ ജംഇയ്യത്ത് ഇഹ്യാ ഉത്തറാസിൻ്റെ കീഴിലാണ് പള്ളി ഉണ്ടായത്. 2001 ബാപ്പ വീട്ടിൽ വെച്ച് കുറേ കുട്ടികളെ, പെൺകുട്ടികളെ താമസിപ്പിച്ച് ഹോസ്റ്റലാക്കി തുടങ്ങുകയുണ്ടായി. 2001 നജാത്തുൽ അനാമിൻ്റെ സെക്രട്ടറിയായി ഞാൻ രംഗത്ത് വരുന്നത്. 2003 നജാത്തുൽ അനാം ട്രസ്റ്റ്, ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. ആ സന്ദർഭവും സാഹചര്യവും നമുക്കറിയാം. നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ടായ പിളർപ്പിൻ്റെ സന്ദർഭമാണ്. 2006 ചുങ്കത്തറ യതീംഖാന തുടങ്ങുന്നത്. നമ്മുടെ ജമിയത്തുൽ ഉലമയുടെ പ്രസിഡൻ്റായ മുഹീദ്ദീൻ ഉമരിയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ചുങ്കത്തറ അങ്ങാടിയിൽ ദിൽഖുഷ് ലോഡ്ജിൻ്റെ ഉള്ളിൽ അറബിക് കോളേജ് നടക്കുന്നു, ലളിതമായ സൗകര്യങ്ങളോടുകൂടി. പിറകിൽ 6 സെൻറ് സ്ഥലം 5.25 ലക്ഷത്തിന് വാങ്ങി അവിടെ ഒരു കെട്ടിടം താൽക്കാലികമായി പണിതു. അവിടെ കൂടി കോളേജ് നടത്തി. പിന്നീടാണ് അണ്ടിക്കുന്നിൽ 3 ഏക്കർ വിശാലമായ സ്ഥലം വാങ്ങിയത്, 3 നില കെട്ടിടമുണ്ടായത്, പള്ളിയുണ്ടായത്, ഗ്ലോബൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനുള്ള കെട്ടിടവും മെസ് ഹാളും ക്യാൻറ്റീനുമെല്ലാം ഉണ്ടായത്. അങ്ങനെ 2009 സ്ഥിരവരുമാനത്തെക്കുറിച്ച് ചിന്തിച്ചത്. സ്ഥിരവരുമാനമുണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മലയാളികളുടെ വകയായി, സഹോദരങ്ങളുടെ വകയായി കുറേശ്ശെയായി സംഘടിപ്പിച്ച പണം കൊണ്ട് 2009 വാങ്ങാൻ ആരംഭിച്ചതാണ് 29 സെൻറ് സ്ഥലവും കുറച്ച് പീഡിക മുറികളുമുള്ള സ്ഥലം. 1.5 കോടിയിലധികം അതിനുവേണ്ടി സമാഹരിച്ചു. അതെല്ലാം കൈകാര്യം ചെയ്യാൻ നമ്മുടെ അന്നത്തെ ട്രസ്റ്റിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഏൽപ്പിച്ചത്. അവസാനം ഈ കഴിഞ്ഞ ഏപ്രിലിൽ നമ്മൾ കേൾക്കുന്നത് ഓർഫനേജിന് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, അനാഥകൾക്ക് വേണ്ടി ഈ ലോകത്തെ മലയാളികൾ, മുസ്ലിങ്ങൾ, മുജാഹിദുകൾ നൽകിയ ചില്ലറ നാണയത്തൊട്ടുകൾ കൊണ്ട് വാങ്ങിയ ആ മഹത്തായ വരുമാന മാർഗം ട്രസ്റ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത കരുളായിയിലെ ഒരു സഹോദരൻ്റെ പേരിൽ ഈ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി മറ്റു ആളുകളുടെ കൂടെ കൂടി രജിസ്റ്റർ ചെയ്തതായിട്ടാണ് കേൾക്കുന്നത്. വേദനാജനകമായ കൊടും ചതിയാണ് ഈ സ്ഥാപനത്തോട്, പ്രസ്ഥാനത്തോട്, മതത്തോട് ആ വ്യക്തികൾ ചെയ്തത് എന്നതാണ് വ്യക്തം. ഈ കഴിഞ്ഞ മാർച്ചിൽ വളരെ ദാരുണമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. ഏപ്രിലും മെയിലും ജൂണിലും അതുപോലെ
അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ട്രസ്റ്റ് മെമ്പർമാർക്കിടയിൽ ഇടക്കിടക്കിടക്ക് അനാവശ്യമായ ചർച്ചകൾ വരികയാണ്. ജിന്ന്, സിഹർ പോലെയുള്ള വിഷയങ്ങൾ. നമ്മളൊക്കെ ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, ജിന്നിനോട് ഇസ്തിഗാസ ചെയ്യുന്നവരാണ്, അത് അനുവദനീയമാണെന്ന് പറയുന്നവരാണ് എന്നിങ്ങനെയുള്ള കള്ളപ്രചാരണം നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നത് അപ്പടി തന്നെ ആവർത്തിക്കുന്ന നിരന്തരമായ ചർച്ചകളാണ് നടന്നത് എന്ന് മാത്രമല്ല, സ്ഥാപനത്തെ കരിവാരിത്തേക്കുന്ന വിധത്തിൽ, ട്രസ്റ്റിനെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ പത്രങ്ങളിൽ പലതരം വാർത്തകളും കൊടുക്കാൻ തുടങ്ങി. അവസാനം ട്രസ്റ്റിൽ നിന്ന് അത്തരം ആളുകളെ മാറ്റി നിർത്തേണ്ടി വന്നു. പിന്നീട് എന്നെ ട്രസ്റ്റിൽ നിന്ന് പുറത്താക്കിയതായുള്ള വാർത്തയാണ് പത്രത്തിൽ നമ്മൾ കണ്ടത്. കോളേജിൻ്റെ പൂട്ട് പൊളിച്ച് വേറെ പൂട്ടിടുകയും പോലീസിൽ തെറ്റായ വിവരങ്ങൾ കൊടുക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങി. അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി. ഒന്നിച്ചു പോകാൻ ന്യായമായ പരിഹാരങ്ങൾ 7 ഓപ്ഷനുകൾ ഞാൻ മുന്നിൽ വെച്ചു. അവർക്കൊരൊറ്റ ഡിമാൻഡ് മാത്രം. എന്താ? ഞാൻ ട്രസ്റ്റിൽ നിന്നും മാറി നിൽക്കണം. എന്നേക്കുമായി മാറി നിൽക്കാനല്ല, കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും മാറി നിൽക്കണം. അപ്പോൾ ഉദ്ദേശം വ്യക്തമായി. ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി എന്ന സ്ഥാനത്ത് നിന്നും മാറിയാൽ ആ അധികാരം ഉപയോഗിച്ച് നമ്മുടെ സ്വത്തുക്കൾ, ട്രസ്റ്റിൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ പലതും കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിക്കും. നമ്മുടെ പ്രവർത്തകന്മാരുമായി ആലോചിച്ചപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മഹത്യാപരമായ നീക്കത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് തീരുമാനമുണ്ടായത്. അങ്ങനെ ജൂൺ മാസമാകുന്നതിന് മുമ്പായി ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങേണ്ട ഗതികേടുണ്ടായി. ചെറിയ കാര്യങ്ങൾക്ക് പോലും പോലീസ് തെരഞ്ഞു വരാവുന്ന അവസ്ഥയിലെത്തി. ഒരു കയറ് പള്ളിയുടെ അറ്റത്ത് കെട്ടുന്നതിന് പോലും വിലങ്ങുതടിയാകുവാൻ നേരിട്ട് SIയും ASIയും ഒക്കെ വരുന്ന പതിതമായ അവസ്ഥയിലേക്ക് വരെ എത്തി. അങ്ങനെ ജൂണിൽ ക്ലാസ് തുടങ്ങേണ്ട സന്ദർഭമായപ്പോൾ നമ്മുടെ മുമ്പിൽ 2 വഴിയാണുള്ളത്. ഒന്നുകിൽ നമുക്ക് അവകാശപ്പെട്ട സ്ഥാപനം, നമുക്ക് അവകാശപ്പെട്ട സ്വത്ത്, ആ സ്വത്ത് നമ്മൾ തന്നെ അങ്ങോട്ട് ചെന്ന് നേരിട്ട് ഏറ്റെടുത്ത് നടപ്പാക്കുക. അപ്പോൾ ഒരുപക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായേക്കാം. കലഹവും കലാപവും അടിപിടിയും ബഹളവും അതിലപ്പുറവും സംഭവിക്കാം. നേതാവ് നേരിട്ട് പറഞ്ഞത് ഇതുവരെ നടന്നത് കൈകൊണ്ടുള്ള കളിയാണ്, ഇനി നടക്കാൻ പോകുന്നത് ചോരക്കളിയാണ് എന്നാണ്. ഔദ്യോഗികമായി കുടുംബത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയ വിവരം, ആർക്കെന്ത് സംഭവിച്ചാലും ശരി, നിന്നെ മാത്രമാണ് ഞങ്ങൾ പകരം പിടികൂടുക എന്നാണ്. ചർച്ച ചെയ്തപ്പോൾ അത്തരമൊരു ആത്മഹത്യാപരമായ രീതിയിലേക്ക് നീങ്ങേണ്ടതില്ല, സമാധാനപരമായി മുന്നോട്ട് പോകാം. അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂടെ വന്നു. കുട്ടികളെ പോരാൻ സമ്മതിക്കാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ടായി. നമ്മളെ തെരഞ്ഞു വന്ന ആളുകൾ അവിടെ എത്തിപ്പെട്ടപ്പോൾ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാൻ അവരെ സമ്മതിക്കാതെ ചന്തക്കുന്നിലേക്ക് ഓട്ടോറിക്ഷ കയറ്റിവിട്ട രംഗങ്ങൾ വരെ ഉണ്ടായി. ഒരുപാട് വിഷയങ്ങളുണ്ടായി. അങ്ങനെ ഓർഫനേജിന് വേണ്ടി ഗവൺമെൻറ് നൽകിയിരുന്ന റേഷൻ വരെ മുടക്കി. ആർക്കെങ്കിലും കിട്ടുന്ന വിധത്തിൽ ഒരു പരിഹാരമുണ്ടാക്കുകയല്ല, അവർക്കും കിട്ടണമെന്ന് ആവശ്യപ്പെടുകയല്ല, പിന്നെയോ മുടക്കുകയാണുണ്ടായത്. ഈ റമളാനിൽ വിചിന്തനത്തിൽ പരസ്യം വന്നു, സുഹൈർ ചുങ്കത്തറക്ക് സ്ഥാപനവുമായി ബന്ധമില്ല, പിരിവ് കൊടുക്കരുത് എന്ന്. 17ാമത്തെ വയസ്സിൽ ആരംഭിച്ചതാണ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള കളക്ഷൻ. സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള കളക്ഷനുകളുടെ ചരിത്രത്തിൽ ഈ റമളാനിലാണ് ഏറ്റവും വലിയ തുക നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. അപ്പോൾ വിചിന്തനത്തിന് നമുക്ക് നന്ദി പറയാം. ശരി, നമുക്കിപ്പോൾ 2 പോലീസ് സ്റ്റേഷനുണ്ട്. ഒന്ന് ബഹുമാനപ്പെട്ട എടക്കരയിലെ പോലീസ് സ്റ്റേഷൻ, 2 ചുങ്കത്തറയിൽ വിചിന്തനത്തിൻ്റെ സഹോദരന്മാർ ഒഴുക്കി വെച്ച ഒരു പോലീസ് സ്റ്റേഷൻ. നമുക്കൊരു തെറ്റും പറ്റാത്ത വിധത്തിൽ, നമുക്കെന്തെങ്കിലും ചെറിയ തെറ്റുകളും അപാകതകളും പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ. സന്തോഷമുണ്ട്, കാരണം നമുക്ക് അപാകതകൾ വരുന്നത് നമുക്ക് നല്ലതല്ലല്ലോ. ആ നിലക്ക് നമുക്കവരോട് പ്രത്യേകമായ നന്ദിയുണ്ട്. പക്ഷേ ദുരുദ്ദേശപരമായാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് എന്നത്
നമ്മളോടല്ല തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്, പത്രങ്ങളിൽ കൊടുക്കുകയാണ്. പത്രക്കാർക്ക് കൈക്കൂലി പരസ്യമായി പള്ളിമുറ്റത്ത് വെച്ച് കൊടുക്കുകയാണ്. അനാവശ്യമായ കേസുകൾ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കൂ. നേരത്തെ പറഞ്ഞ അറബിക്കല്യാണം, നമ്മുടെ ഒരു പത്രത്തിൽ വന്ന വാർത്ത 10-ലധികം അറബിക്കല്യാണങ്ങൾ ചുങ്കത്തറയിൽ നടന്നിട്ടുണ്ട് എന്നാണ്. ഒരൊറ്റ അറബിക്കല്യാണവും ഈ ചുങ്കത്തറയുടെ ചരിത്രത്തിൽ നടന്നതായി എനിക്കോർമ്മയില്ല. എന്നിട്ടാണ് 10ഓളം അറബിക്കല്യാണങ്ങൾ നടക്കുന്നു. എന്നിട്ട് മാനേജിംഗ് ട്രസ്റ്റിയുടെ വീട്ടിൽ പോയി നോക്കി, കണ്ടില്ല. ഫോണിൽ ബന്ധപ്പെട്ട് നോക്കി, കണ്ടില്ല, കിട്ടിയില്ല എന്നൊക്കെ. ഏതോ കാട്ടുകള്ളനെ പോലെയാണ് ആ പത്രങ്ങൾ എഴുതിയത്. വർഷങ്ങൾക്ക് മുമ്പ് തഞ്ചാവൂരിലെ ഒരു ഡോക്ടർ അലാവുദ്ദീനുമായി ചുങ്കത്തറയിൽ 6 മാസം പഠിച്ച 26 വയസ്സായ സൈനബ് എന്ന പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തിരുന്നു. ആ കുട്ടിയുടെ പിതാവ് മരിച്ചു പോയിരുന്നു. വീട് സ്വന്തമായി ഇല്ല. 3 പെൺകുട്ടികൾ, ജ്യേഷ്ഠത്തിമാർ മോചിതകളായി ആ വീട്ടിൽ നിൽക്കുന്നു. അതിൽ 2 എണ്ണം തമിഴ്നാട്ടിലേക്കാണ് കെട്ടിച്ചത്. അതിനെപ്പറ്റിയൊന്നും പരാതിയില്ലാതെ, അഭിപ്രായം പറയാതെ, നിരൂപണം നടത്താതെ കേരളത്തിലെ പത്രമാധ്യമങ്ങൾ, ശബാബുകാരുടെ പണ്ഡിത സംഘടന, ശബാബുകാരുടെ വനിതാ സംഘടന, അങ്ങനെ പലരും ആ സന്ദർഭം ഉപയോഗപ്പെടുത്തി. എന്നിട്ട് മറുനാട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. 2 വർഷത്തോളം നീണ്ടുനിന്ന പ്രയാസം ചിലതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നീണ്ടുനിന്ന ആ വിവാഹമോചനത്തിൽ കലാശിക്കാറായി. ചർച്ച നടന്നു. 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. 5 ലക്ഷം വേണമെന്ന് ആ പെൺകുട്ടി ആവശ്യപ്പെട്ടു. അത്രമാത്രം കൊടുക്കാൻ കയ്യിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഡോക്ടർ അലാവുദ്ദീൻ്റെ കാർഡും അഡ്രസ്സും കൊടുത്തു. പക്ഷേ അവർ കേസ് കൊടുത്തപ്പോൾ എനിക്കും കൂടി എതിരായി കൊടുത്തു. കാരണം ആരോരും അറിയാത്ത അലാവുദ്ദീൻ്റെ പേരിൽ മാത്രം കേസ് കൊടുക്കുമ്പോൾ എരിവും പുളിയും പോരാ. കൊട്ടേഷൻ സംഘമായി അറിയപ്പെടുന്ന ഒരു വനിതാ സംഘടന 5 ലക്ഷം വാങ്ങിച്ചു കൊടുക്കാമെന്നോ മറ്റോ അവരോട് വാക്ക് നൽകിയതായിട്ടാണ് അറിവ്. എന്നിട്ട് അതിനെക്കുറിച്ച് പത്രങ്ങളിൽ പലതും വന്നു. ശബാബുകാരുടെ പണ്ഡിത സംഘടന, ശബാബുകാരുടെ KNM എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടി പറഞ്ഞു, ഇത് മുത്ആ വിവാഹം എന്ന പടച്ചവൻ നിരോധിച്ച, ഹറാമാക്കിയ വിവാഹത്തിൽപ്പെട്ടതാണ്. അത് പറയുമ്പോൾ ശബാബുകാരായ എത്രയോ യുവാക്കളുടെയും യുവതികളുടെയും കല്യാണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ബിസ്മി മുഖേന നടന്നിട്ടുണ്ട്. അതൊക്കെ ഹറാമായ മുത്ആ വിവാഹമാണെന്ന് പറയുമ്പോൾ അത് വ്യഭിചാരമല്ലേ? അതിന് കൂട്ടിക്കൊടുത്തതല്ലേ ആ പണ്ഡിതന്മാർ? ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത പലരും ബിസ്മി വിവാഹത്തിൽ ഖുത്ബ നിർവഹിച്ചിട്ടുണ്ട്, സാക്ഷികളായിട്ടുണ്ട്, നാട്ടുകാരായിട്ടുണ്ട്, വിപ്ലവങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് മുത്ആ വിവാഹത്തിൻ്റെ പരിധിയിൽപ്പെട്ടതാണ്. എന്താ മുത്ആ വിവാഹം? 2 ആഴ്ചക്ക് വിവാഹം, 2 ആഴ്ച കഴിഞ്ഞാൽ വിവാഹമോചനം, വിവാഹം ചെയ്യുമ്പോൾ ഇത്ര മഹർ, വിവാഹമോചനം ചെയ്യുമ്പോൾ ഇത്ര മത്താ എന്ന് പറയുന്ന ഇറാനിലെയും മറ്റുമൊക്കെയുള്ള ഷിയാക്കളടക്കമുള്ളവരുടെ അനിസ്ലാമികമായ വിവാഹ രീതിയാണ്. അത് വിവാഹമെന്ന് പറയാൻ പറ്റില്ല. അതിന് വ്യഭിചാരമെന്നേ പറയാൻ പറ്റുകയുള്ളൂ, അല്ലേ? ആ തെറ്റായ കാര്യമാണ് സുഹൈർ ചുങ്കത്തറ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ശബാബിൻ്റെ നേതാക്കന്മാർ അന്ന് പത്രത്തിൽ കൊടുത്തത്. എന്നിട്ടോ തൃശ്ശൂരിൽ നടന്ന ശബാബിൻ്റെ വനിതാ സമ്മേളനത്തിൽ വെച്ച് ആ പാവപ്പെട്ട പെണ്ണുങ്ങൾ പ്രഖ്യാപിച്ചു, മുത്ആ വിവാഹം തടയും. എഴുതിക്കൊടുത്തത് അങ്ങനെ തന്നെ. വായിക്കുമ്പോൾ, കൈയെടുക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ സഹോദരിമാരുടെ മക്കളെ ചിന്തിക്കേണ്ടതല്ലേ? ആണ്. ഇപ്പോഴോ 1.5 മാസം മുമ്പ് കോഴിക്കോട് CSCOയുടെ അനാഥാലയത്തിൽ പഠിക്കുന്ന 43 കൊല്ലക്കാലത്തെ പഴക്കമുള്ള അനാഥാലയത്തിൽ പഠിക്കുന്നൊരു കുട്ടിയുമായി ഒരു അറബി യുവാവ് വിവാഹം നടത്തി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒഴിവാക്കി. ഞാൻ അലാവുദ്ദീന്
സൈനബയെ കല്യാണം കഴിച്ചു കൊടുത്തത് 1-2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒഴിവായത്. അതിനെയാണ് മുത്താവിവാഹം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത്. എന്നാൽ ഈ വിവാഹം 2 ആഴ്ച കൊണ്ട് വിവാഹമോചനം നടന്നു. ആ വിവാഹം നടത്തിക്കൊടുത്തത് ശബാബിന്റെ ജംഇയ്യത്തുൽ ഉലമയുടെ ലെറ്റർ പേഡിലാണ്. അങ്ങനെ വന്നപ്പോ ശബാബിന്റെ നേതാക്കന്മാരൊക്കെ പാടുമാറി ആ കല്യാണത്തെ ന്യായീകരിക്കുവാൻ തുടങ്ങി. എന്താ പ്രശ്നം? അപ്പോ ആ പശ്ചാത്തലത്തിൽ ഏഷ്യാനെറ്റ് ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചു. ചർച്ച നടത്താൻ തീരുമാനിച്ചപ്പോൾ എന്നെ അതിൽ വിളിച്ച പ്രശാന്ത് പിന്നീട് പറഞ്ഞു, മൗലവി നിങ്ങൾക്കെതിരെ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചല്ലോ, എന്താ പ്രശ്നം? നിങ്ങൾ മുജാഹിദല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രേ ഈ വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ആര് എന്ന് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. എന്നെ വിളിച്ചപ്പോൾ സമ്മതിച്ചപ്പോൾ ഞാൻ ഉടനെ CSKOയുടെ നേതാക്കന്മാരെ വിളിച്ചു, ഹുസൈൻ മടവൂരിനെ വിളിച്ചു. നമ്മൾ എന്താണ് അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ചു. ഇതൊരു മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നമാണ്, പാവപ്പെട്ട പെൺകുട്ടിയുടെ പ്രശ്നമാണ്, അല്ലാതെ ഇതൊരു ഗ്രൂപ്പിൻ്റെ പ്രശ്നമല്ല, സംഘടനയുടെ പ്രശ്നമല്ല. നിങ്ങൾ ബിസ്മിയുടെ വിവാഹത്തെ മുത്അ വിവാഹം എന്ന് ആക്ഷേപിച്ച പോലെ ഞാൻ ആക്ഷേപിക്കുവാൻ തയ്യാറല്ല. പ്രശ്നം എന്താണെന്ന് പഠിക്കണം. അന്വേഷിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഷ്യാനെറ്റിൽ വിശദമായി വിവരങ്ങൾ പറയാൻ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി. അതാണ് നമ്മുടെ നിലപാട്. എന്നിട്ട് ദേശാഭിമാനി പത്രത്തിൽ അലാവുദ്ദീനുമായി സൈനബയുമായി നടത്തിയ കല്യാണത്തെപ്പറ്റി പത്രത്തിൽ വന്ന വാർത്ത നിങ്ങൾ മുൻപേജിൽ ഒരു ലേഖനം, എന്താണ്, ചുങ്കത്തറയിൽ നടക്കുന്ന അറബിക്കല്യാണവുമായി ബന്ധപ്പെട്ട് 2 ലേഖനം. അതിൽ പാട്ടുംപാടി പൂക്കളത്തെരഞ്ഞ് ചിത്രശലഭങ്ങളെ പിറകെ പായുന്ന പെൺകുട്ടി, 26 വയസ്സായ പെൺകുട്ടിയെ പറ്റിയാണ് പറയണത്. 26 വയസ്സായ പെൺകുട്ടിയെപ്പറ്റി, സൈനബ് എന്ന പെൺകുട്ടിയെപ്പറ്റി. എന്നിട്ട് ആ പെൺകുട്ടിയെ ആർക്കോ കെട്ടിച്ചു കൊടുത്തു എന്ന്. 6ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയെ ഒരു ഡോക്ടർക്ക് കല്യാണം കഴിച്ചു കൊടുത്തതിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. ഇങ്ങനെയാണ് പത്രങ്ങൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ചുങ്കത്തറയിൽ നടന്നു എന്ന് പറയപ്പെട്ട അറബിക്കല്യാണത്തെപ്പറ്റി ശിഹാബടക്കര പറഞ്ഞു. പത്രങ്ങളിലും ചാനലുകളിലും ആണിൻ്റെ വയസ്സ് രേഖപ്പെടുത്തി, പെണ്ണിൻ്റെ വയസ്സല്ലേ കൂടുതൽ രേഖപ്പെടുത്തേണ്ടത്. 43 വയസ്സായ പെണ്ണിനെ 26കാരൻ കല്യാണം കഴിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? നന്നായി എന്നല്ലേ പറയേണ്ടത്. പക്ഷേ അതല്ല ഉണ്ടായത്. ശരി സഹോദരങ്ങളെ, നമുക്ക് മുന്നോട്ട് പോകാം. കണ്ണിമാങ്ങയെങ്കിലുമുള്ള മാവിന്മേൽ മാത്രമേ കല്ല് വീഴുകയുള്ളൂ. പച്ചമാങ്ങയാണെങ്കിലും പഴുത്ത മാങ്ങയാണെങ്കിലും കൂടുതൽ കല്ല് വന്ന് വീഴും. അതുകൊണ്ട് സങ്കടപ്പെടാനില്ല. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഒരു ഇൻസ്പെക്ഷൻ വന്നു. നജാത്തുൽ അനാം ലേഡീസ് ഹോസ്റ്റലിലേക്ക് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഔദ്യോഗികമായ ഒരു ഇൻസ്പെക്ഷൻ വന്നു. അവർ പരിശോധന നടത്തി, ആവശ്യമായ പല കാര്യങ്ങളും നിർദ്ദേശിച്ചു. പക്ഷേ കൂടെ വന്ന പത്രങ്ങളും ചാനലുകളും അത് ആഘോഷിച്ചു. ഇൻസ്പെക്ഷന് വരുമ്പോൾ നിർദ്ദേശങ്ങൾ നൽകി, ആ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സമയം കിട്ടുമ്പോൾ അതനുസരിച്ച് ചെയ്യേണ്ട സംവിധാനത്തിന് പകരം പത്രമാധ്യമങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു, ഹാജരാകാൻ പറഞ്ഞു. റിക്കാർഡുകളുമായി ഉദ്യോഗസ്ഥനെ പറഞ്ഞയച്ചു. പിറ്റേന്ന് പത്രത്തിൽ സുഹൈർ ചുങ്കത്തറ ഹാജരായില്ല എന്ന് വിളിച്ചു നോക്കി. 2ാമത് ചെല്ലാൻ പറഞ്ഞു. ഈ വാർത്ത പത്രത്തിൽ വന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ചുങ്കത്തറയിലെ വിചിന്തനക്കാർ പത്രത്തിൽ കൊടുത്തു, ആ സംഭവവുമായി ബന്ധപ്പെട്ട സ്ഥാപനം ഞങ്ങളുടേതല്ല. എന്നാൽ ആ സ്ഥാപനത്തിൽ നിന്ന്, വിചിന്തനക്കാരുടെ സ്ഥാപനം, നമ്മളിൽ നിന്ന് അനർഹമായി കയ്യേറിയ സ്ഥാപനത്തിൽ നിന്ന് 2 പെൺകുട്ടികൾ ദൗർഭാഗ്യവശാൽ ചാടിപ്പോയി. അതറിഞ്ഞ അന്ന് മുതൽ, ആ സമയം മുതൽ അവരുടെ നേതാക്കന്മാരെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നു ഫോണിൽ. എന്ത് പറ്റി, എന്തായി, കിട്ടിയോ പല പ്രാവശ്യം വിളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് നമ്മൾ പരസ്യം കൊടുത്തോ, ആ ചാടിപ്പോയ പെൺകുട്ടികൾ നമ്മുടെ സ്ഥാപനത്തിലേതെല്ലാം അല്ല. കാരണം ഒരു മനുഷ്യക്കുട്ടിയാണ് ചാടിപ്പോയത്.
2 പെൺകുട്ടികളാണ് ചാടിപ്പോയത്. ആ പെൺകുട്ടികൾ എൻ്റെ പെൺകുട്ടികളാണ്, നമ്മളുടെ ഓരോരുത്തരുടെയും പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളുടെ വേദന, ബാപ്പയുടെ മാതാവിൻ്റെ വേദന നമ്മുടെ എല്ലാവരുടെയും വേദന. അങ്ങനെയല്ലേ മനുഷ്യൻ ചെയ്യേണ്ടത്? എന്നിട്ട് ആ പെൺകുട്ടികൾ ചാടിപ്പോയത് മുതൽ പല തവണ വിളിച്ചുകൊണ്ടിരുന്നുവെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഇൻസ്പെക്ഷൻ വന്നപ്പോൾ, ആ ഇൻസ്പെക്ഷനെ പറ്റി തെറ്റായ വാർത്തകൾ പത്രത്തിൽ വന്നപ്പോൾ എന്താണ് വിവരം, എന്താണ് സ്ഥിതിയെന്ന് ആ ചങ്ങാതിമാർ അന്വേഷിച്ചില്ല. ഇതാണ് സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. വലിയ വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഉൾപ്പെട്ട ഒരു സംഘം യാത്ര ചെയ്യുമ്പോൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ സംസാരിച്ചു. സുഹൈർ ചുങ്കത്തറക്കെതിരെ കേസുകളുണ്ട്, ജയിലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ജയിലിൽ പോവുക തന്നെ വേണമെന്ന് നോക്കണേ. എന്താ ജയിലിൽ പോവുക എന്ന് പറഞ്ഞാൽ? ജയിലിൽ പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്? അതൊക്കെ പോകട്ടെ, എന്തിന് അത്തരമൊരാഗ്രഹം? വല്ല ആവശ്യമുണ്ടോ സുഹൃത്തുക്കളെ? ശരി, ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഏതായാലും കച്ചറക്കും ബഹളത്തിനുമൊന്നും പോകാതെ നമ്മൾ ഓർഫനേജുമായി അറബിക് കോളേജുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 100 കണക്കിന് വിദ്യാർത്ഥിനികൾ ഉണ്ട്. അക്കമഡേറ്റ് ചെയ്യാൻ സ്ഥലമില്ല. വാടക കെട്ടിടങ്ങളാണ് നടക്കുന്നത്. 4 വാടക കെട്ടിടങ്ങൾ എടുത്തിരിക്കുകയാണ്. തൽക്കാലമായി ഒതുങ്ങി കൂടുകയാണ്. 3 മാസമായിട്ടേ ഉള്ളൂ രണ്ടാമത് തുടങ്ങിയിട്ട്. കട്ടിലുകൾ ഇല്ല, കിടക്കുകൾ വന്നിട്ടേ ഉള്ളൂ. ചട്ടിയും പാത്രവും എല്ലാം വേറെ വാങ്ങിയിരിക്കുകയാണ്. ഇനിയും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എല്ലാറ്റിനും ഇൻഷാ അല്ലാഹ് പരിഹാരമുണ്ടാകും. പണം പടച്ചവൻ ഈ ലോകത്താകപ്പാടെ വെതറിയിട്ടുണ്ട്. നമ്മൾ ഒരു 47 സെൻറ്റ് സ്ഥലം ഇവിടെ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഓരോ സെൻറ്റ് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. 1/2 സെൻറ്റ് ഏറ്റെടുക്കാം, 1/4 സെൻറ്റ് ഏറ്റെടുക്കാം. അതുകൊണ്ട് നിങ്ങൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ പ്രവർത്തകന്മാരുമായി കണ്ട് നിങ്ങളുടെ ഫോൺ നമ്പറും പേരും കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ബന്ധപ്പെടണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ഫോൺ നമ്പർ ഒന്നുകൂടി പറയാം, ഒന്ന് എഴുതിയെടുത്തോളൂ. അപ്പോൾ ഇനിയും നമുക്ക് വലിയ വലിയ പദ്ധതികളുണ്ട്. ഖുർആൻ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ ആലോചിക്കുന്നുണ്ട്. ഖുർആൻ ഹാഫിളുകളെ ഉപയോഗിച്ച് ഖുർആനിലെ ശാസ്ത്രത്തിൽ മുങ്ങിത്തപ്പി, ഖുർആൻ്റെ ശാസ്ത്രം മുങ്ങിത്തപ്പിയെടുത്ത് ഒപ്പം അവരെ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് കൂടി സജ്ജമാക്കുന്ന മഹത്തായ ഒരു പദ്ധതി ആരംഭിക്കാൻ പോകുന്നു. താല്പര്യമുള്ളവർ അതും നിങ്ങളുടെ കടലാസിൽ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ വിളിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ സ്ഥലം വാങ്ങണം, അതിനാവശ്യമായ സംഭാവനകൾ കിട്ടേണ്ടതുണ്ട്. ഓരോ ദിവസവും നമുക്ക് 20,000 ഉറുപ്പിക മൊത്തം ചെലവുണ്ട്. അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്പർ ഒന്ന് പറയാം: 9961 222233. ഒന്നുകൂടി പറയാം: 9961 222233. ഈ നമ്മുടെ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളുമൊക്കെ നമ്മുടെ സഹോദരങ്ങൾ നമ്മളിൽ തട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ വരുമാനം മുഴുവൻ അവർ എടുത്തു. അതുവരെ ഉണ്ടായിരുന്ന സകല വരുമാനവും. എന്നാൽ ആസ്തി അവരേറ്റെടുത്തുവെങ്കിലും ബാധ്യത അവരേറ്റെടുത്തില്ല. കടങ്ങളൊക്കെ നമ്മൾ വീട്ടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങളുടെ കെട്ടിടത്തിൽ നിന്ന് ഒന്നും എടുക്കാതെ ഇങ്ങോട്ട് പോന്നു. അതൊരു താൽക്കാലികമായ നടപടിയാണ്. അത് ഒരു ഹിജറയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഫതഹിൻ്റെ ഒരു ദിവസം വരാനുണ്ട്. അന്ന് സ്ഥാപനങ്ങളെല്ലാം നമ്മുടെ കൈവശം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കണം. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. അനാമത്തുകൾ അതിൻ്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. അത് സ്ഥാപനങ്ങൾ അനർഹമായി കൈയടക്കി വെക്കുന്ന സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു അവർക്കതിന് തൗഫീക്ക് നൽകുമാറാകണം. നജാത്തുൽ അനാമിൻ്റെ കൗണ്ടർ വലതുവശത്തുണ്ട്. അവിടെ നിങ്ങളുടെ സംഭാവന നൽകാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ പേരും മൊബൈൽ നമ്പറും കൊടുക്കണമെന്ന് ഉറപ്പിക്കുന്നു. ഏതായാലും നമുക്ക് പടച്ചവനിൽ പ്രതീക്ഷ അർപ്പിച്ച് ക്ഷമയോടെ സഹനത്തോടെ മുന്നോട്ട് നീങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്തും രക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖതമിൽ അംബിയാഇ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.